നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ചധികം പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഇന്ന് കേരള PSCയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട റാങ്ക് ലിസ്റ്റ് കൂടി കേരള PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് 19,000 രൂപ മുതൽ 43,600 രൂപ വരെ വരുന്ന നമ്മുടെ ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് കൂടി ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ്. ഇതിൽ ഒന്നാം റാങ്ക് പോയിട്ടുള്ളത് അമ്മു ഗോപി എന്ന് പറയുന്ന കുട്ടിക്കാണ്. മെയിൻ ലിസ്റ്റിലെ മാർക്ക് പറയുന്നത് 83 മാർക്കാണ് കേട്ടോ. അപ്പോൾ 83 മാർക്കുകളായിട്ട് അമ്മു ഗോപിയാണ് ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റിനകത്ത് നമ്മുടെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി റിസൾട്ടുകളിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വന്നിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് റിസർവ് വാച്ചർ, ഡിപ്പോ വാച്ചർ, സർവേ ലസ്കാർ എന്ന് പറഞ്ഞിട്ട് എറണാകുളം ജില്ലയിലേക്കുള്ള ഫോറസ്റ്റ് വകുപ്പിലേക്കുള്ള ഒരു തസ്തികയാണ്. അപ്പോൾ 16,000 രൂപ മുതൽ 35,000 രൂപ വരെ വരുന്ന പേ സ്കെയിലുള്ള ജോലിയാണിത്. അപ്പോൾ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് കേരള PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആക്ച്വലി വളരെ കുറച്ച് റിസൾട്ടുകൾ മാത്രമേ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിന് മുന്നേ നമ്മൾ 1-2 റിസൾട്ടുകൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു റിസൾട്ടിന്റെ കട്ട് ഓഫ് വരുന്നത് 34.67 ആണ്. 34.67 നമ്മുടെ ഫോറസ്റ്റ് വാച്ചർ അല്ലെങ്കിൽ റിസർവ് വാച്ചർ, ഡിപ്പോ വാച്ചർ എന്ന് പറഞ്ഞിട്ട് ഈ തസ്തികയുടെ കട്ട് ഓഫ് വരുന്നത് 34 മാർക്കാണ്. അപ്പോൾ നമ്മൾ തമ്മിലിൽ കൊടുത്തിട്ടുള്ള ഉണ്ടായിരുന്ന പോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ വേക്കൻസികൾ 200-ൽ പരം വേക്കൻസികളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ കേട്ടോ. അപ്പോൾ വരുന്ന ന്യൂസുകളും കാര്യങ്ങളെല്ലാം അങ്ങനത്തെ ന്യൂസുകളാണ്. ഞാൻ നിങ്ങൾക്ക് ആ ന്യൂസുകളും കാര്യങ്ങളെല്ലാം ഇതുവരെ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ പുതിയൊരു ജയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആൾക്കാർ വേണം. അതുപോലെ തന്നെ നിലവിലുള്ള ഒരുപാട് ജയിലുകളിലേക്ക് ഒരുപാട് ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ട് പ്രസൻസ് അല്ലെങ്കിൽ പ്രസന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കേരള PSCയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 6 പേർക്ക് ഒരു പോലീസുകാരൻ എന്ന നിലയ്ക്കാണ് വേണ്ടത്. പക്ഷെ നിലവിലുള്ള ഈ ഒരു അവസ്ഥ അനുസരിച്ച് 12 പേർക്ക് ഒരു പോലീസുകാരൻ പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്തായാലും അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന് വേക്കൻസി കൂടും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ കട്ട് ഓഫിന്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി റിസൾട്ടുകളിലേക്ക് തന്നെ കടക്കാം. ഹവിൽദാർ എന്ന് പറഞ്ഞിട്ട് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള സീനിയർ റിക്രൂട്ട്മെന്റ് ഫോർ ST onlyയുടെ എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് കൂടി നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹവിൽദാർ എന്ന് പറഞ്ഞ തസ്തികയുടെ കട്ട് ഓഫ് 22.59 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 22.59. അടുത്തൊരു റിസൾട്ട് എന്ന് പറയുന്നത് റിസർവ് വാച്ചർ അല്ലെങ്കിൽ ഡിപ്പോ വാച്ചർ എന്ന് പറഞ്ഞിട്ട് TB വാച്ചേഴ്സ്, ബംഗ്ലാ വാച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു തസ്തികയുടെയാണ്. വയനാട് ജില്ലയുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള തസ്തികയാണ്. നിങ്ങളിപ്പോൾ അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കട്ട് ഓഫിലേക്ക് തന്നെ കിടക്കാം. ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് 41.12 ആണ്. 41.12 ആണ് നമ്മുടെ ഈ ഒരു തസ്തികയുടെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് മലയാളം മീഡിയത്തിലേക്കുള്ള ആലപ്പുഴ ജില്ലയിലേക്കുള്ള കട്ട് ഓഫ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതിന്റെ മെയിൻ ലിസ്റ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ലിസ്റ്റ് എല്ലാ ആൾക്കാരുടെ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണിത്. 73 പേര് ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു ലിസ്റ്റിന്റെ കട്ട് ഓഫ് വരുന്നത് 22.67 ആണ്. മറ്റൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈസ്കൂൾ അസിസ്റ്റന്റിന്റെ തന്നെ മലയാളമാണ്. ഹൈസ്കൂൾ ടീച്ചറിന്റെ മലയാളം വയനാട് ജില്ലയിലേക്കുള്ളതാണ്. അപ്പോൾ അതിന്റെ മെയിൻ ലിസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് 105 പേരാണ്. 105 പേരുള്ള ഈ ഒരു ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 41.33 മാർക്കാണ്. അടുത്തൊരു ലിസ്റ്റ് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇത് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നതാണ്. ഞാനിത് പറയാൻ വിട്ടുപോയത് കൊണ്ട് ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എറണാകുളം ജില്ലയുടെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എറണാകുളം. അപ്പോൾ ഈ VFA എറണാകുളത്തിന്റെ കട്ട് ഓഫ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ്. 79.75 ആണ്. 79.75 ആണ് VFA എറണാകുളത്തിന്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. 79.75 ആണ്. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയ മറ്റൊരു റിസൾട്ടാണ് പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊല്ലത്തിന്റെ റിസൾട്ട്. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലെ എത്ര പേര് ഉൾപ്പെട്ടെന്ന് ചോദിച്ചാൽ 57 പേരാണ്. 57 പേരുള്ള ഈ ഒരു തസ്തികയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 62 മാർക്കാണ് കേട്ടോ. 62 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും അവസാനമായ റിസൾട്ട് എന്ന് പറയുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ST only ആണ്. മലപ്പുറം ജില്ലയുടേതാണ്. അപ്പോൾ ST only മലപ്പുറം ജില്ലയുടെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറിന്റെ കട്ട് ഓഫ് വരുന്നത് 10 മാർക്കാണ്. 10.66 ആണ്
മലപ്പുറം ജില്ലയിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളും അതുപോലെ തന്നെ റിസൾട്ടുകളും. അപ്പോൾ ഇന്ന് റിസൾട്ടുകൾ വളരെ കുറച്ചാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരുപാട് റിസൾട്ടുകൾ നമ്മുടെ പ്രിസൺ ഓഫീസർ പോലുള്ള തസ്തികയുടെയൊക്കെ റിസൾട്ടുകൾ വരാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ റിസൾട്ടുകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഈ PDF എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.